പോലീസിനെ ആക്രമിച്ചാൽ കർശനമായി നേരിടും. RSSന് താക്കീതുമായി ഡിവൈഎസ്പി. പോലീസ് സ്റ്റേഷന് നേരെ ബോംബെറിഞ്ഞ പ്രവീണിനെ പിടികൂടുന്നതുവരെ RSS പ്രവർത്തകരുടെ വീടുകളിനുള്ളിൽ റെയ്ഡ് തുടരുമെന്നും ഡിവൈഎസ്പി അശോകൻ അറിയിച്ചു. പോലീസിനെ ആക്രമിച്ചാൽ കർശനമായി നേരിടുമെന്നും ഡിവൈഎസ്പി അശോകൻ വ്യക്തമാക്കുന്നു. RSSന്റെ നെടുമങ്ങാട് ജില്ലാ കാര്യാലയമായ സംഘമന്ദിറിൽ ഡിവൈഎസ്പി അശോകിന്റെ നേതൃത്വത്തിൽ കഴിഞ്ഞ ദിവസം റെയ്ഡ് നടത്തിയിരുന്നു. ഇതിനുശേഷം വ്യാപക പ്രചരണമാണ് ഡിവൈഎസ്പി അശോകനെതിരെ RSS നടത്തുന്നത്. ഡിവൈഎസ്പി ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ആളാണെന്നാണ് പ്രചരണം. എന്നാൽ നിയമപ്രകാരമുള്ള നടപടിയാണ് താൻ സ്വീകരിക്കുന്നതെന്നാണ് അദ്ദേഹം പറഞ്ഞത്. പോലീസിനെ ആക്രമിച്ചാൽ നോക്കി നിൽക്കാനാകില്ല എന്നും വലിയ ആക്രമണം നടത്തിവിട്ടാണ് കാര്യവാഹക് പ്രവീൺ മുങ്ങിയതെന്നും അയാളെ പിടികൂടും വരെ റെയ്ഡ് തുടരുമെന്നും ഡിവൈഎസ്പി വ്യക്തമാക്കുന്നു. അതേസമയം അക്രമങ്ങളിൽ CPM പ്രവർത്തകരെയും അറസ്റ്റ് ചെയ്തിട്ടുണ്ടെന്നും അദ്ദേഹം പറയുന്നു. പല അക്രമ സംഭവങ്ങളും പോലീസിനെ ആക്രമിക്കുക എന്ന ലക്ഷ്യത്തോടെയായിരുന്നുവെന്നും ഡിവൈഎസ്പി അശോകൻ വ്യക്തമാക്കുന്നു. അതേസമയം ഹർത്താലിന്റെ മറവിൽ പല സ്ഥലങ്ങളിലും RSS അക്രമം അഴിച്ചുവിട്ടുവെന്നും അദ്ദേഹം ആരോപിക്കുന്നു. പലയിടങ്ങളിലും ഹർത്താൽ സംഘർഷങ്ങൾ BJP CPM സംഘർഷങ്ങളായി മാറി. അക്രമികൾ ടവലുകൾ കൊണ്ട് മുഖംമറച്ചാണ് പോലീസിനെ നേരിട്ടത്. അക്രമത്തിൽ നിരവധി പോലീസുകാർക്ക് പരിക്കേറ്റിരുന്നു. നെടുമങ്ങാട് പോലീസ് സ്റ്റേഷന് മുന്നിലും സംഘപരിവാർ ബോംബെറിഞ്ഞിരുന്നു. പോലീസുകാർ നിന്ന ഭാഗത്തേക്കാണ് ബോംബ് വീണത്. 3 ബോംബുകൾ പോലീസ് സ്റ്റേഷന് മുന്നിലേക്ക് അക്രമികൾ എറിഞ്ഞു. സംഘർഷം നിയന്ത്രിക്കാൻ നിന്ന പോലീസുകാരുടെ തൊട്ടു മുൻപിലാണ് ബോംബുകൾ വീണ് പൊട്ടിയത്. ഇതോടെ പോലീസുകാർ ചിതറി ഓടുകയായിരുന്നു. നെടുമങ്ങാട് SIയുടെ കൈയും ഒടിഞ്ഞു. നെടുമങ്ങാട്ടെ CPM കൗൺസിലർമാരുടെയും നേതാക്കളുടെയും വീടുകളും വ്യാപകമായി ആക്രമിക്കപ്പെട്ടു. തുടർന്ന് BJP കൗൺസിലർമാരുടെ വീടുകളും CPM ആക്രമിച്ചു. ഇരുവിഭാഗത്തിന്റെയും വീടുകൾക്ക് നേരെ പരക്കെ ആക്രമണം നടന്നു. സംഘർഷം പരിസര പ്രദേശങ്ങളിലും വ്യാപിച്ചിരുന്നു. വൻ പോലീസ് സംഘത്തെയായിരുന്നു ഹർത്താൽ ദിവസം വിന്യസിപ്പിച്ചിരുന്നത്. എന്നിട്ടും നിയന്ത്രണാതീതമായ സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ കൈവിട്ടു പോയിരുന്നു. ഹർത്താൽ ദിവസം രാവിലെ ഒരു സ്വകാര്യ ബാങ്ക് തുറക്കാനെത്തിയ ജീവനക്കാരെ ഭീഷണിപ്പെടുത്തി ഓടിക്കാനെത്തിയ BJP ശബരിമല കർമ്മസമിതി പ്രവർത്തകരെ പോലീസ് വിരട്ടി ഓടിച്ചിരുന്നു. ഇവരെ വിരട്ടി ഓടിക്കാൻ ശ്രമിച്ച പോലീസുകാരെ BJP പ്രവർത്തകർ തിരിച്ചും ആക്രമിച്ചു. ആക്രമണത്തിൽ SIക്കും 2 പോലീസുകാർക്കും പരിക്കേറ്റു. തുടർന്ന് അറസ്റ്റിലായ 2 പേരെ നെടുമങ്ങാട് പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിച്ചു. ഇവരെ മോചിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് എത്തിയ BJP പ്രവർത്തകർക്കെതിരെ മുദ്രാവാക്യം വിളികളുമായി CPM പ്രവർത്തകരും എത്തിയിരുന്നു. തുടർന്ന് പോലീസ് സ്റ്റേഷന് മുന്നിൽ BJP ശബരിമല കർമ്മസമിതി പ്രവർത്തകരും CPM പ്രവർത്തകരും ചേരിതിരിഞ്ഞ് ഏറ്റുമുട്ടി. ഇതിനിടയിലാണ് പോലീസുകാർ നിന്ന ഭാഗത്തേക്ക് ബോംബുകൾ എറിഞ്ഞത്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.